ആരും സ്ക്രോൾ ചെയ്ത് പോലും കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ഷോയിൽ പാഷാണം ഷാജി എന്ന കഥാപാത്രത്തിലൂടെ അറിയപ്പെട്ട ഷാജിയേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്. ആദ്യ ഭാഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും എന്നാൽ അവസാന ഭാഗം നമുക്കതിലേക്ക് വരാം. എന്തായാലും ഒന്ന് കേട്ടു നോക്ക്. 6 മണി കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ എനിക്ക് 2 അനിയത്തിമാരാ. 6 മണി 5:30 എന്ന് പറഞ്ഞ സമയം കഴിഞ്ഞ് ഇവര് പുറത്തിറങ്ങി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇന്നിപ്പോ ഈ കുണ്ടന്നൂരൊക്കെ 24 അവേഴ്സ് കടയുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാം പെൺകുട്ടികൾ 21 വയസ്സ് 18 17 വയസ്സുള്ള പെൺകുട്ടികൾ കാലുമ്മേ കാല് കയറ്റി സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. അപ്പൊ മക്കളോട് ഞാൻ പറഞ്ഞു വന്നത്, പണ്ടൊക്കെ ഞങ്ങൾക്ക് പുറത്തിറങ്ങി ഒരു കുളത്തിൽ കുളിക്കാൻ പേടിയാ. ആ കുളത്തിൽ ഞങ്ങൾ ഇറങ്ങണ കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ ചേട്ടൻ എന്നെ തല്ലാനുള്ള അധികാരമുണ്ട്, ഇപ്പുറത്തെ വീട്ടിലെ അങ്കിളിന് എന്നെ തല്ലാനുള്ള അധികാരമുണ്ട്. അത് ഞങ്ങൾക്ക് അവരെ പേടിയാ, അത് ബഹുമാനം കൊണ്ടുള്ള പേടിയാ. ഇന്ന് അതില്ലാന്നാ ഞാൻ പറയണത്. സ്വന്തമായിട്ട് മോളൊരു കുറ്റം ചെയ്യണം ഞാൻ കണ്ടിട്ട് നിന്നും മോളുടെ അച്ഛനോട് പറഞ്ഞപ്പോ എന്റെ കുട്ടി അങ്ങനെ ചെയ്യില്ലെന്നേ പറയുള്ളൂ. പക്ഷെ എനിക്ക് ശിക്ഷിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അവർ തല്ലുമ്പോഴും അവരോട് ഞങ്ങൾക്ക് ബഹുമാനോ. പിറ്റേ ദിവസം ഞങ്ങൾ അവരെ കാണുമ്പോ, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ബാല്യം ഉണ്ടായിട്ടില്ല. നിങ്ങൾ മണ്ണി കളിച്ചിട്ടുണ്ടാ? അപ്പുറത്തെ വീട്ടിൽ കശുവണ്ടി കട്ട് പറക്കിയിട്ടുണ്ടാ? മാങ്ങ തല്ലി പറിച്ചിട്ടുണ്ടാ? നമ്മള് ബാല്യം ഇല്ലാത്ത ഒരു കാലഘട്ടം ഇപ്പൊ നിങ്ങളുടെ വന്നത്. ഞങ്ങൾ പാടത്ത് കളിച്ചിട്ടുണ്ട്, മണ്ണി കളിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ ഇപ്പൊ പഠിക്കാൻ വേണ്ടി നമ്മൾ മോൾഡ് ചെയ്തെടുക്കുന്ന പോലെ നിങ്ങളുടെ അവസ്ഥ. മോളെ, ഈ വാദം കേട്ടപ്പോഴേ ഷാജിയേട്ട ആദ്യം ചോദിക്കാനുള്ളതേ, ഈ 20-25 വയസ്സുള്ള യുവതി യുവാക്കളാണോ ഇന്നത്തെ കാണുന്ന പാടങ്ങളും ഈ മണ്ണൊക്കെ വിറ്റ് തൊലച്ചത്? നിങ്ങൾ തന്നെയാണ്. ഈ അബ്കാരികളായ ബീവറേജുകൾ നടത്തുന്ന ഉടമകളുടെ പ്രായം 20-25 അല്ല. ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരുടെ പ്രായം 20-25 അല്ല. ആദ്യം മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ മാങ്ങ എറിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ കശുവണ്ടി കട്ട് പറിച്ചിട്ടുണ്ടോ, അതൊക്കെ വലിയ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കണ്ടവന്റെ പറമ്പിലെ സാധനം അനുവാദമില്ലാതെ എടുത്തു കഴിഞ്ഞാൽ ആ കഥ വലിയ നിലയിൽ മക്കളോട് പറഞ്ഞു കൊടുത്താൽ അവർക്ക് എന്താ തോന്നുക? അത്യാവശ്യ പൈസക്ക് ആവശ്യം വന്നാൽ അപ്പുറത്തെ വീട്ടിലെ സാധനം എടുത്തു വിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. മാവില് കല്ലെറിയാൻ പോയവനും മതിൽ ചാടാൻ തയ്യാറാകും. അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന കഥ എന്താ? ഞാൻ അപ്പുറത്തെ വീട്ടിലെ ആവശ്യത്തിന് അത്യാവശ്യം വന്ന സമയത്ത് 2-3 കശുവണ്ടിയൊക്കെ പിറക്കി കൂട്ടി വിറ്റിരുന്നു. ഇത് പറഞ്ഞത് വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ പേരൻസിന്റെ കുഴപ്പമല്ലേ. നമ്മുടെ മക്കളെ വളർത്തിയതിൻ്റെ ശരിയായ വണ്ണം വളർത്താത്തതിൻ്റെ പ്രതിഫലനം മാത്രമാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ അച്ഛനമ്മമാരും നിങ്ങളെ നല്ല നിലയിൽ വളർത്തിയത് കൊണ്ട് നിങ്ങൾക്ക് ഇന്നിരുന്നത് പറയാൻ പറ്റുന്നു. നിങ്ങൾ നിങ്ങളുടെ മക്കളെ നല്ലപോലെ വളർത്തിയിട്ടില്ല. അവസാനം പറഞ്ഞു വെച്ചിട്ട് കാര്യമുണ്ടല്ലോ. അതായത് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും സിഗരറ്റ് വലിക്കാൻ പോകണ നേരത്ത് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അത് ഞങ്ങൾ മാറ്റുമായിരുന്നു, കളയുമായിരുന്നു എന്ന് പറയണ്ടല്ലോ. അപ്പുറത്തെ ആൺകുട്ടികൾ ചായ കുടിക്കുന്നുണ്ടാവും. അപ്പൊ അവര് കാണുമ്പോൾ നോക്കെന്താ, എന്തെങ്കിലും ഒരു ജോലി കാര്യങ്ങളായി കുറച്ച് സമ്പാദിക്കാനൊക്കെ പറ്റി ഒരു നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നതിന് ഒരു അനുവാദം കിട്ടിയെന്നല്ലേ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങൾ ഈ സിനിമാ നടന്മാരൊക്കെ ചെയ്യുന്ന കാര്യം വളരെ മോശമല്ലേ യഥാർത്ഥത്തിൽ? നായകനായ ആള് അയാളോട് എന്തെങ്കിലും ചീത്തയോ ദേഷ്യപ്പെടുകയോ മുഖം കറുപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പോയി അവൻ ഇടിച്ചിടുന്നു. അല്ലെങ്കിൽ കൂട്ടുകാരനൊരു പ്രശ്നം വരുമ്പോൾ 4 ആളുകൾ ചേർന്ന് അവനെ വളഞ്ഞിട്ടടിക്കുന്നു. ഈ ആൾക്കൂട്ടാക്രമ രീതിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളുടെ സിനിമകളിൽ നിന്ന് വന്നതല്ലേ. അതുപോലെ തന്നെ മദ്യപിക്കുന്ന വിഷയങ്ങൾ, ഏതെങ്കിലും ആഘോഷവേളയിൽ സങ്കടം ഉണ്ടാകുമ്പോഴൊക്കെ ബാറിൽ നിന്ന് മദ്യപിക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ട് ചെയ്യുന്ന, ഇന്നിപ്പോൾ നല്ല സ്ഥാനങ്ങൾ നിൽക്കുന്ന നിങ്ങൾ പറയുകയാണ് ഇന്നത്തെ തലമുറ മോശമായി എന്ന്. ഇന്നത്തെ തലമുറ മോശമായി നിങ്ങൾ പറയുമ്പോൾ ആദ്യം പറയണം നിങ്ങൾ മോശമായിരുന്നു. പാരന്റ് എന്ന നിലയിൽ നിങ്ങൾ മോശമാണ്. സമൂഹത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ സമൂഹത്തിലെ ഓരോരുത്തർക്കും നൽകേണ്ട മാതൃകാപരമായ ജീവിതത്തിന് പകരം നിങ്ങളൊക്കെ നൽകിയത് ഇത്തരത്തിൽ ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനും വാങ്ങുന്നതിനും, അതൊക്കെ ഒരു ഹീറോയിസമായി കാണിക്കുന്ന നിങ്ങളൊക്കെ ചെയ്യുന്ന ഈ ഫീൽഡ്, അതിനെക്കുറിച്ച് നിങ്ങൾ ആദ്യം പറയണം. അല്ലാതെ വെറുതെ പോയിട്ട് ആ മക്കൾ മോശമായി, പെൺമക്കൾ മോശമായി, അവരങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു, അവരോട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. നിങ്ങളുടെ മക്കളാണ്. സ്വന്തം മോനോടും മോളോടും നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവരെ ഒരു അടുക്കൻ ചിട്ടയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ നാട്ടുകാരെ മക്കളെ നോക്കിയിട്ട് കാര്യമില്ല. അവിടെ അവൻ പറയും താൻ തൻ്റെ മോനെ പോയി നന്നാക്കണമെന്ന് പറയും. അപ്പൊ നമ്മുടെയൊക്കെ കുഴപ്പം തന്നെയാണ്. അങ്ങനെ പറ. ഈ അല്ലാതെ ഈ കാർന്നോക്കന്മാരെ പുതിയ ട്രെൻഡ് പോലെ എന്താണ്, ഞങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച സൗകര്യങ്ങൾ പുറത്താണ് നിങ്ങളൊക്കെ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇന്ന് കാണുന്ന മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ അത് ആധുനികമായ സൗകര്യങ്ങളാണ്. ആ സൗകര്യങ്ങൾ ഉപയോഗിക്കേണ്ട വണ്ണം ഉപയോഗിക്കണം. അതെങ്ങനെയൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാതെ കുട്ടികൾ ഉറങ്ങുമ്പോൾ താരാട്ട് പാട്ട് പാടിക്കൊടുത്തിരുന്നു പണ്ടമ്മമാരെന്നൊക്കെ പറഞ്ഞ് റീലിടുമ്പോൾ, ഇന്ന് ആ അമ്മമാര് തന്നെയല്ലേ ഈ ഫോൺ വെച്ചു കൊടുക്കണത്. ആ ഫോണിലൂടെ കുട്ടികൾ തെറ്റായ ദിശയിലേക്ക് പോയതിന് ശേഷം ആ മക്കളെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? പറഞ്ഞത് വേറൊന്നുമല്ല കേട്ടോ, നിങ്ങളെ കുറ്റപ്പെടുത്തിയില്ല. നിങ്ങൾ പറഞ്ഞ ആദ്യ ഭാഗം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ തന്നെയാണ് ഇതിനൊക്കെ കാരണക്കാരായി മാറുന്നത്. പൊതുവിടങ്ങളിൽ ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും ഒന്നും ഒരു നിയന്ത്രണമില്ലാതായി മാറുന്നു. സർക്കാരും അതിന് കുറ്റക്കാരാണ്. ഇത് വിൽക്കാൻ അനുവാദം നൽകുന്ന സർക്കാരുകൾ, അല്ലെങ്കിൽ വിൽക്കുന്ന കട
അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ കണ്ടെത്താനോ അത് നിരോധിക്കാനോ അത് തടയാനോ സാധിക്കാതെ പോകുന്നതൊക്കെയും വലിയ പാകപ്പിഴയാണ്. നമ്മൾ ആരെങ്കിലും മേത്തേക്ക് ഇങ്ങനെ പഴി പറഞ്ഞുകൊണ്ട് ഒതുങ്ങി പോകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഇത്തരത്തിലുള്ള ഷോകളൊക്കെ സംഘടിപ്പിക്കപ്പെടട്ടെ, പരസ്പര ചർച്ചകൾ ഉണ്ടാവട്ടെ, നല്ലതിനു വേണ്ടിയാവട്ടെ എന്ന് ആശംസിക്കുന്നു.